മടിക്കണ്ട, ഇനിയും എന്ത് വേണേലും പറഞ്ഞോ. പൊതുവെ വൈറ്റമിൻസ് കുറവുള്ളവനാണ് നീ. മുമ്പിലിരിക്കുന്ന കഴിക്കട്ടെ, പിടിക്കല്ലേ? ആ, അതിരിക്കട്ടെ. ഇന്ന് പതിവില്ലാതെ മുതലാളിക്ക് എന്താ ഇത്ര സ്നേഹം? നിന്നെ വിശ്വസിച്ച് വലിയൊരു രഹസ്യം ഞാൻ പറയാൻ പോവാ. ആ രഹസ്യം പുറത്ത് പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ മുഴുവൻ നിന്റെ വയറ്റിനകത്താക്കുന്നത്. ഏത് രഹസ്യവും ഇരുചെവി അറിയാതെ സൂക്ഷിക്കാനുള്ള ഒരു അപാര ശക്തി പാരമ്പര്യമായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. മുതലാളി ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീടാ ഇപ്പൊ പോലീസ് സ്റ്റേഷനാക്കിയത്. അവിടെ മച്ചിന്റെ മുകളിൽ വിലപിടിപ്പുള്ള ഒരു സാധനം ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് എടുക്കാൻ ഗോപാലൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരണം. നീ ബുദ്ധിമാനല്ലേ? അത് മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് കണ്ടാൽ അറിയാം. ഉള്ളു വളഞ്ഞു മെലിഞ്ഞവൻ എന്നാൽ പാതി ശരീരം ബുദ്ധിയാണെന്നാണ് വെയ്പ്പ്. വെയ്പ്പോടെ ഇരിക്കട്ടെ, എനിക്കിപ്പൊ മനസ്സിലായി. മുതലാളിക്കപ്പൊ മോഷണമാണല്ലേ പണി. എനിക്ക് വിഷമമൊന്നുമില്ല. ശമ്പളം തരുന്നവൻ എരപ്പാളി ആയാലും അതെന്റെ മുതലാളിയാ. ആണേ, അങ്ങനെയാണെ സാധനം ഇവിടെ എനിക്കൊരു വഴി പറഞ്ഞ. അതിനൊരു വഴിയേ ഉള്ളൂ. മുതലാളി മനഃപൂർവ്വം ഒരു പോലീസ് കേസ് ഉണ്ടാക്കണം. അവര് പിടിച്ച് അകത്താക്കുന്നു. പിന്നെ സംഗതി എളുപ്പമല്ലേ? മുതലാളി ഒരു ഇറച്ചിയോട് ഓർഡർ ചെയ്യാല്ലേ? ഓർഡർ ചെയ്യാം. നീ നാളെ തിന്നെ. അത് മുതലാളി നല്ല ആൾക്കാർ സമയം ഒരു ഇറച്ചിയോട് ഓർഡർ ചെയ്യാല്ലേ? ഓർഡർ ചെയ്യാം. നീ നാളെ തിന്നെ. അത് മുതലാളി നല്ല ആൾക്കാർ സമയദോഷം കാരണം കള്ളക്കേസിൽ കൊടുക്കുന്നു. എന്നെ ഒരുത്തൻ കൊടുക്കാൻ തയ്യാറായാൽ എന്റെ പഴവങ്ങാടി ഗണപതി നിനക്ക് ഞാൻ മുഴുക്കാപ്പ് ചാർത്താമേ. എന്താടോ തനി പബ്ലിക് റോഡേ കണ്ടല്ലോ കൈമീശി ഇറക്കാൻ? ഇയാളെന്തിനാ വഴി ചൂടാവും. അങ്ങനെ ചൂടാവും. എടോ, ആൾക്കാരെ ഇടം കൊല്ലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ്. താൻ പോലീസ് പോയി പെറ്റീഷൻ കുറോ, അവരൊന്നും അറസ്റ്റ് ചെയ്തോണ്ട് പോട്ടെ. ഏക്കണ്ട. അയ്യോ പോവല്ലേ ചേട്ടാ, പ്ലീസ്. ഇവിടെ വഴക്കൊണ്ടൊക്കെ ആൾക്കാർ കൂടെ ടൈം എന്റെ അടവാങ്ങിയൊരു അടി തരാം. താൻ പോലീസിന് ഫോൺ ചെയ്യും പ്ലീസ്. ഡയൽ 100. ഞാൻ കാശ് തരാം. അവരെ അറസ്റ്റ് ചെയ്യുന്നു. പ്രാന്തോ? ഒന്ന് പോകാം. പ്രാന്തല്ലോ, വിവരമില്ലാത്തവൻ. പറഞ്ഞാലും മനസ്സിലാവില്ല. കുറച്ചുകൂടെ തിരക്കുള്ള സ്ഥലത്തേക്കൊന്ന് പോയാലോ? ഇത് സയ്യാസാവും. താൻ പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൂടെ നടു റോഡ് വെച്ച് തന്നെ ഒരുത്ത് അപമാനിച്ചെന്ന് എന്നാ മുണ്ട് തരാം. പോലീസ് പറഞ്ഞു തരോ? പോയി പെറ്റീഷൻ പോയി പെറ്റീഷൻ കൊടുത്തിട്ട് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. അല്ല തരില്ല. തരില്ല. പോലീടിച്ചോ വട്ടേന്ന് ഭ്രാന്ത്. ഭ്രാന്ത് എടുത്തോണ്ടും കാര്യമില്ല. അമ്മ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ? ചേട്ടാ, നമുക്ക് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? നല്ല കാര്യമായി. നമ്മൾ കംപ്ലൈന്റ് കൊടുത്തെന്നറിഞ്ഞാൽ അവരച്ഛനെയും പിള്ളേസാറിനെ ഉപദ്രവിക്കില്ലേ? ഈ കുട്ടിയുടെ വിഷമം കാണുമ്പോഴ നീ കുറച്ചുകൂടി ധൈര്യം കാണിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും ഞങ്ങൾ അവരെ കണ്ടുപിടിക്കും. ഏതായാലും അച്ഛനെയും പിള്ളച്ചേട്ടനെയും പിടിച്ച സ്ഥിതിക്ക് അവർ നമ്മുടെ അപ്പൂപ്പനെ നോട്ടിടും. അത് നേരാ. പ്രതിമ ട്രേസ് ചെയ്ത് അവരവിടെ എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ താളം കണ്ടുപിടിക്കാൻ എളുപ്പമായി. അമ്മേ, ഞങ്ങൾ അപ്പൂപ്പന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഇനിയിപ്പോ നിങ്ങളും കൂടെ അവരുടെ വായിച്ചും ചാടാനായിരിക്കും. ഓ, ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഞങ്ങൾക്കൊരു കുഴപ്പവും വരില്ല. പ്രിയ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. വാ. നിക്കവിടെ. സാരി ഞാൻ ഉരിഞ്ഞെടുക്കാൻ പോവാ. എന്താ? അല്ലെങ്കിൽ മാല ഞാൻ പൊട്ടിച്ചെടുക്കും. കൂടട്ടെ. ആരെങ്കിലും എന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു പോടാ. മരക്കഴുതകൾ. ചുമ്മാർക്ക് നിയമം കയ്യിലെടുത്ത എന്ത് ചെയ്യും? ചേട്ടത്തി പോയോ? നമസ്കാരം. എന്താ? ഒരു നല്ല ഇനം ഡോഗിനെ വിൽക്കാനുണ്ട്. മുതലാളി എല്ലാ വർഗത്തിൽപ്പെട്ട നായ്ക്കളെയും വാങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കയ്യിലില്ലാത്ത ബ്രീഡുകളില്ല. ഏതായാലും ഒരു പട്ടിക്ക് കൂടി സ്നേഹം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയും. ഏതാ ഇനം? കരീബിയൻ ഡോഗാ. കരീബിയൻ ഉണ്ടാകോ? അങ്ങനെ ഒരു ഇനമുണ്ടോ? വണ്ടിക്കകത്തുണ്ട്, വന്നാ കാണിച്ചു തരാം. ഓ ഷുവർ. ഇവിടെ കരീബിയനകത്തുണ്ട്. ഹായ്.
ആഹാ, ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്ന് അറിയണമല്ലോ. വാടാ. റോഡിലാണോ പാവരിക്ക് കിടക്കുന്നത്? പിന്നെ ഞാൻ വന്ന് എന്റെ വീട്ടിൽ കിടക്കണോ? പോടാ പുല്ലേ. എഴുന്നേക്കണം. എഴുന്നേക്കാം. പക്ഷെ താൻ എന്നെ അറസ്റ്റ് ചെയ്തതിന്റെ സ്വഭാവം പറഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്യോ? ഞാൻ പായി തല്ലാൻ എടുത്തോളാം. ലോക്കപ്പ് ഇത് രണ്ടും ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ് സാർ. താങ്ക് യു വെരി മച്ച്. പൂട്ടിക്കോ. ഒരാഴ്ചത്തേക്ക് എന്നെ വിട്ടിട്ടേക്കണേ. ബുദ്ധിമാൻ. അപ്പൊ വാടകയില്ലാതെ താമസിക്കാമെന്ന് കരുതിയല്ലേ? അയ്യോ സാർ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ മനെ വാടക തരാം. എന്നെ ഇവിടുന്ന് പുറത്തു വിടാതിരുന്നാൽ ഞാൻ മനെ കൈക്കൂലിയും തരാം. ഞാൻ ഇവിടെ മനസ്സമാനോട്ടൊന്ന് കിടന്നോട്ടെ. സാർ നോർമൽ അല്ലേ തോന്നുന്നു. ഓ ഇറങ്ങി വാടേ. ഇങ്ങനെ അനുസരണയുള്ള ഒരു കുറ്റവാളിയെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും? ഞാൻ വേണേ നിങ്ങളുടെ കൂടെ ഇവിടെ എർത്തായിട്ട് കൂടിക്കൊള്ളാം. ശമ്പളവും വേണ്ട കിമ്പളവും വേണ്ട. ഫ്രീ 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 അല്ലേ സാർ? അത് കിടന്നോട്ടെ. നീ എന്തിനാടാ റോഡിൽ പാവരിച്ചത്? പരവതാനി ഇല്ലായിരുന്നു, അതുകൊണ്ട് പായ് വിരിച്ചു. അതൊരു തെറ്റാ? വേണ്ടി വന്നാൽ ഞാൻ ഇനി ജംഗ്ഷനിൽ പാവിരിക്കും. തല്ലിക്കൊള്ളൂ സാർ. സാറിന്റെ കൈത്തെരുപ്പ് തീർത്തോളൂ. സാറിന്റെ ഡ്യൂട്ടി അല്ലേ സാർ? താനും തല്ലിക്കൊള്ളൂ. അതുകൊണ്ട് സന്തോഷം. എന്നെ ഇവിടുന്ന് പുറത്തു വിട്ടാൽ ഞാൻ രണ്ടെണ്ണത്തിനെ കൊന്ന് വീണ്ടും ഇവിടെ തിരിച്ചു വരും. വാട്ടർ ടാങ്കി വിഷം കലക്കും, ട്രെയിനിന് ബോംബ് വയ്ക്കും, തന്റെ ഭാര്യയെ റേപ്പ് ചെയ്യും, തന്റെ മോനെയും കിഡ്നാപ്പ് ചെയ്യും. എന്നെ ലോക്കപ്പിൽ അടയ്ക്കും പ്ലീസ്. പറയുന്നു ഇവനകത്തിട്ട് അവൻ അണ്ടറിൽ തൂങ്ങും. ഊരിക്കളയാലോ? അതേ ഇട്ടിട്ടില്ല. വേണം നോക്കി. എടോ സേലത്തെ ലോറി വന്നെങ്കിൽ ഇവനത് കേട്ടുവിട്. ഇടക്കിറങ്ങി പറയണം. ഞാൻ അകത്തിട്ട് പോയപ്പോൾ ശല്യം ഒഴിഞ്ഞു. ഞാൻ വരില്ല. എന്നെ ലോക്കപ്പ് എനിക്കറിയില്ലെന്ന് പറഞ്ഞ സത്യമാ. എന്റെ പട്ടിക്കുട്ടികളാണ് സത്യം. ഞാനത് ഒഴിവാക്കാൻ പെട്ട പാട്. നിങ്ങൾക്കൊരു പട്ടിക മനസാക്ഷി പോലുമില്ലേ? ഞാൻ പറഞ്ഞത് നേരാണ്. എന്നെ വേണമെങ്കിൽ കൊന്നോളൂ. കൊല്ലുക. സാധാരണ ഞങ്ങൾ അങ്ങോട്ട് വന്ന് വെക്കുന്നതാണ്, പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു. സന്തോഷം. കൂടുതൽ ആവേശം കാണിക്കാതനിയ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിനക്ക് ഞാൻ 2 ദിവസത്തെ സാവകാശം തരും. അതിനുള്ളിൽ ഓമനക്കുട്ടനെ എനിക്ക് കിട്ടിയിരിക്കണം. കൂടുതൽ ആലോചിച്ച് സമയം കളയണ്ട. അച്ഛന്റെയും മനുജന്റെയും ജീവൻ അതുവരെ എന്റെ കയ്യിലായിരിക്കും. നടക്കണോട്ടോ. സേലത്തൊന്ന് എടുത്താ പൊങ്ങാത്ത ഗോവേണിയും തൂക്കിച്ച് എന്നെ ഇത്രടം വരെ നടത്തിച്ച എന്റെ പോലീസെ, ഇന്ന് ഞാൻ എന്റെ വൈരങ്ങൾ പൊക്കും. അതുറപ്പാ. നമസ്കാരം. ഇല്ലാത്തോണ്ട് ഒടിഞ്ഞില്ല. ഇടിച്ചോളൂ. എന്തൊക്കെ ആയാലും ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. സാർ ഞാൻ നേരത്തെ പറയല ഇയാൾക്ക് നല്ല സുഖല വട്ടാണെന്ന്. ഇതെത്രയോ? 13. ഇതെത്ര? 14. ഇതോ? 15. എല്ലാത്തിനും 10 കയറ്റുണ്ട്. ഞാൻ തന്നെ കുറച്ചു നേരത്തേക്ക് ഭ്രാന്തനാവാം. വൈരങ്ങൾ ഇപ്പൊ തന്നെ അടിച്ചു മാറ്റണം. ഇതാണ് പറ്റിയ സന്ദർഭം. ആ പ്രാന്തന്മാര് സംസാരിച്ചേച്ച് വരട്ടെ. പ്രൊസീജിയർ നോക്കണ്ടേ സാർ? എടോ കോടതിയിൽ ഹാജരാക്കിയ സർക്കാർ മെന്റൽ ഹോസ്പിറ്റലാക്കും. അവിടെ കിടന്ന ഭ്രാന്ത് കൂടുതലേ ഉള്ളൂ. ഒരു ചെറുപ്പക്കാരനല്ലേ. തൽക്കാലം നമുക്ക് ഇവനെ മണിയും വൈദ്യുത പ്രകൃതി ചികിത്സയ്ക്ക് വിടാം. അത് വലിയ ചെലവുള്ള കാര്യമല്ല സാർ. അപ്പോ എനിക്കും മാനസിക രോഗിയായ ഒരു അനിയനുണ്ട്. അതിന്റെ വേദന തനിക്ക് മനസ്സിലായില്ല. അത്താനെ അയാളോട് എത്തിക്ക്. നോക്കിയതല്ല, തട്ടിറിപ്പറയാൻ കയറിയതാ. തൽക്കാലം നീ അവിടെ നല്ലതാക്കണം. നീ ഇങ്ങോട്ട് അയക്ക് വട്ടാണോ? അയക്കാ പ്രാന്തം. കാല് പിടിക്കല്ലേ? പോലീസുകാരൻ കാല് പിടിക്കരുത്. നാണക്കേട്. എന്നെ പ്രാന്താശുപത്രി കൊണ്ടുപോകരുത്. അവിടെ നല്ല സുഖമാണ്. വാ. എന്തോന്ന് സുഖം? എനിക്കൊരു കുഴപ്പമില്ലെന്ന്. ഹലോ, ആരാ? പ്രദീപാണ്. അവരെ കണ്ടോ? കണ്ടു. സന്ദീപ് അവരുടെ പിടിയിലായി. അയ്യോ, ബഹളം വയ്ക്കണ്ട. തൽക്കാലം ഈ വിവരം ആരും അറിയണ്ട.
പ്രതിഭ വീട്ടിലേക്ക് ചെല്ല്. അമ്മ അങ്ങ് വിഷമിച്ചിരിക്കുക. ഇല്ല, അച്ഛനെയും സന്ദീപിനെയും കൂട്ടാതെ ഞാൻ അങ്ങോട്ടില്ല. പ്രിയ, അമ്മയെ ഒന്ന് വിളിച്ച് സമാധാനിപ്പിക്കണം. എനിക്കൊരു കുഴപ്പമില്ലെന്നും അച്ഛനെ എങ്ങനെയെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ടുവരുമെന്നും പ്രിയ അമ്മയോടൊന്ന് പറയണം. എനിക്കങ്ങ് പേടി തോന്നുന്നു. ഒന്നും പേടിക്കണ്ട, ഞാൻ അവരെയും കൊണ്ടേ വരൂ. പ്രതിഭ എങ്ങോട്ടാ പോനെ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ അയ്യോ, എന്റെ മേനോ ചേട്ടാ, നമുക്ക് ഈ ഗതി വന്നല്ലോ. എടോ നമ്പ്യാരെ, താനാണോ ഇതിലൊക്കെ കാരണക്കാരൻ? തന്റെ കള്ളക്കടത്തുകാരോട് അതും ഇതൊക്കെ മേടിച്ചിട്ട് ഇപ്പൊ ഞാനും കുടുങ്ങിയില്ലേ? 5 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോഴേ താൻ തനിയേറി തൂങ്ങിയതല്ലേ, അനുഭവിച്ചോ? ആ പോണോ പറട്ട നമ്പ്യാരെ. ചവിട്ടത്തോളം ഞാൻ നോവി നോക്കി ചവിട്ടത്തോളം കേട്ടോ. ചവിട്ടിപ്പോയി എല്ലാം കൂടി ഞാൻ ചവിട്ടി പൊടിച്ചേ. ചവിട്ടിയാൽ നട്ടല്ലേ ചവിട്ടി ഒടിച്ച മുഖം നിരത്തിട്ട് ഇങ്ങനെ ഉരയ്ക്കും. ഓഹോ, നിന്റെ തല ഞാൻ മുട്ടയടിച്ച് അവന്റെ തല പോലെ ആക്കി നിലത്തെ തുരുട്ടി വച്ചുകൊടി ഞാൻ കളിക്കും. പഠിച്ചിട്ട് മുള കരച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വളരെ നിർത്തടാ. നീ അവര് ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്. ഉള്ള സംഘത്തിൽ വരുമ്പോഴെങ്കിലും കുറച്ച് മാന്യമര്യാദയായിട്ട് പെരുമാറിക്കൂടെ? ആദ്യം രക്ഷപ്പെടാൻ നോക്ക്, പിന്നെ മാന്തിയ കൊരക്കെ എന്താണെന്ന് വെച്ചാ ചെയ്. വീട്ടിലെ കാര്യം ഓർത്തിട്ട് എനിക്കൊരു മനസമാധാനവും ഇല്ല. അമ്മാവനോടത്തെ വിശേഷങ്ങൾ വല്ലതും അറിയാവോ? പിന്നെ ഞാനും കൊള്ളക്കാരും കൂടി ഇങ്ങോട്ട് വരുന്ന വഴി പെമ്മക്കളുടെ വീട്ടിലേക്ക് കയറി വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് കാപ്പൂടി കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. അമ്മാവന്റെ അവസാനത്തെ തമാശ. പൊന്നു മേനോ ചേട്ടാ, ആ വൈരങ്ങൾ എവിടെയാണെന്ന് അറിയാമെങ്കിൽ ആ കാലമാളം അവരോട് പറയേ. എനിക്ക് തല്ലുകൊള്ളാമോ? അയ്യേ ഓമനക്കുട്ടൻ അതുകൊണ്ട് മുങ്ങിയതായിരിക്കും. ഓമനക്കുട്ടൻ നമുക്ക് അവനെ തപ്പി യുവമാർക്ക് കൊടുത്താലോ? എന്തിനാ അവനെ തപ്പണത്? അവനിപ്പൊ സുഖിക്കുകയായിരിക്കും. അയ്യോ അയ്യോ, വൈദ്യരെ, മനുഷ്യ സ്നേഹമില്ലാത്ത മണിയം വൈദ്യരെ, എന്നെ ഒന്ന് മാന്തി പുറത്തെടുക്ക്. എവിടെ പോവാ മരുന്ന് കഴിക്കാതെ? ചൂരിലെടുക്കണോ ഞാൻ? കുടിക്ക്. ആ ഇയാള് പേഷ്യന്റ് ആരാ? പേഷ്യന്റോ? ആ അപ്പൊ ഇതല്ലേ വൈദ്യര്? വൈദ്യരോ? ഞാനാ ഇവിടുത്തെ വൈദ്യര്. ഇവനെ വൈദ്യശാലയിൽ മരുന്നടിക്കാൻ നിന്നിരുന്നവനാ. ഇപ്പോ മരുന്ന് അടിച്ചടിച്ച് ഇതുപോലെ ആയിപ്പോയി. പോട്ടെ. ആ, ഇതാണ് പെലെ. പെലയോ? കേട്ടിട്ടില്ലേ? ഫുട്ബോൾ രാജാവ് പെലെ. ഇപ്പൊ ഗോൾ പോസ്റ്റിൽ തലയിടിച്ച് ഇതുപോലെ ആയിപ്പോയി. പെലെ ആയില്ല. വാ. എടാ കഷായ പണ്ടാരമേ, കുഴിച്ചിട്ട് വെള്ളം ഒഴിക്കാൻ ഞാനെന്താണോ തെങ്ങിൻ തയ്യാണോ? ഇതാണ് ശിരോവസ്തി. തല എസ് ചെയ്ത പേഷ്യന്റാ. സ്ഥാനം തെറ്റി അസ്ഥാനത്ത് മർദ്ദനമേറ്റതാ. ഇപ്പൊ മുഴു ഭ്രാന്ത് നിന്റെ തന്തയ്ക്കാടാ. എന്റെ കൈയും കാലും മണ്ണിന്റെ അടിയിലായി നിന്റെ ഭാഗ്യം. ഞാൻ നിന്റെ കാല് പിടിച്ച് പറഞ്ഞല്ലടാ തെണ്ടി, എനിക്കൊരു കുഴപ്പവും ഇല്ലെന്ന്. മോനെ ഓമനക്കുട്ട, ഇപ്പൊ നിന്റെ തല പുറത്തുണ്ട്, ഞങ്ങളെയൊക്കെ കാണാം. ഇത് ശിരോവസ്തി. പോടാ, ഇനി നിന്റെ കാല് പുറത്താകും. ഞങ്ങളെ ഒന്നും കാണാൻ പറ്റൂല. അത് കാലോ അസ്ഥി. പുറത്തെടുക്കണോ? ആട്ടെ, താങ്കൾ എന്തിനാണാവോ വന്നത്? ഞാൻ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച. അവിടെ ആയുർവേദത്തിനും പ്രകൃതി ചികിത്സയ്ക്കും നല്ല മോപ്പ. അതുകൊണ്ട് ഞാൻ വൈദ്യരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്നതാ. സന്തോഷം. അമേരിക്ക എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഒത്തയം കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. മനസ്സിലായില്ല? ഞാനാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇപ്പൊ മനസ്സിലായി. അതെ. അപ്പോ പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല? ഇല്ല. ഒറ്റയ്ക്ക് തനിക്ക് ഇങ്ങോട്ട് ഓടിപ്പോരുമായിരുന്നല്ലേ? ആ. തൽക്കാലം പന്നിയുടെ വീട്ടിലെ ഭക്ഷണം അവിടെ തന്നെ ഇരിക്കട്ടെ. അമേരിക്കൻ പ്രസിഡന്റ് വീട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ച് വരുന്നത് വരെ ഭക്ഷണം ഇവിടെ തൽക്കാലം നമുക്ക് കഴിക്കാം. എറണാകുളം 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 കോൺഗ്രസ് ക്ലാസിക്കിൽ ഒരു ലക്ഷറി ജർണി. എറണാകുളം ബസ് കയറി വന്നാൽ മതി. ഇതും കൂടെ എടുത്ത് അകത്ത് തന്നെയാ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും അടിച്ചു നോക്ക്. എറണാകുളം എറണാകുളം. ചാക്ക് കയറ്റുമോ? ചാക്കൊക്കെ കയറ്റുന്ന പുറയിൽ സ്ഥലമുണ്ട്, അങ്ങോട്ടൊന്ന് കയറിക്കോ. ആ ചാച്ചിയുടെ മണ്ണിലോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാ. എറണാകുളം 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 എറണാകുളം